യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരിൽ രണ്ടാമത് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ വലിയൊരു ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈബി. ഞാൻ 2019 മാർച്ച് 31 ഉടമ്പടി എടുത്തതാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് സാജു. ഞാൻ 2019 മാർച്ച് 31 ഉടമ്പടി എടുത്തത്. അത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ആദ്യമായി സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രഷർ വന്ന് സ്ട്രോക്ക് വന്ന് ഞരമ്പ് പൊട്ടി കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ദൈവം വലിയൊരു അത്ഭുതം തന്നു, എൻ്റെ ജീവിത പങ്കാളിയെ തന്നു. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊരു വലിയ മിറാക്കിളാണ്, ഇത് സംഭവിച്ചെങ്കിൽ ഇത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഡോക്ടർ നമ്മൾ നേർന്നു. ഞാൻ തന്നെ ഉടമ്പടി എടുത്ത് അമ്മ അപ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ കയറി എനിക്കും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ജീവിത പങ്കാളിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ജീവിത പങ്കാളി തന്നെ പറയും. ഇങ്ങനെ 2019 എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും അതിനനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവൾ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുത്തവരാ, ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞു. എന്ത് തന്നെയായാലും എനിക്കൊന്നും പറയാനില്ല എന്ന് ഡോക്ടർ തീർത്തും പറഞ്ഞു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇവിടെ എനിക്ക് ചെറിയ തൈലം അടച്ച് തന്നു, ഞാൻ ഓർക്കുന്നില്ല, അവ തന്നു. അത് ഇങ്ങനെ നോയുന്നപോലെ കണ്ടു. നിങ്ങൾ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെങ്കിലും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഏതായാലും അങ്ങനെയൊക്കെ തന്നു, അത് സാധിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തു. ഒരാഴ്ച അങ്ങനെ 6 ദിവസത്തോളം ഇങ്ങനെ ഇവിടെ ഈ ICUവിൽ കിടന്നു, ഒന്നും സംഭവിക്കാനില്ല. അവിടെ നിന്ന് പയ്യനെ ഇറക്കി അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ചേട്ടായി ഇങ്ങനെ രാത്രി എഴുന്നേറ്റ് നിന്നു, അമ്മയുടെ വലിയ അനുഗ്രഹത്തോടെ എഴുന്നേറ്റ് നിന്നു. ഒരു ഭയങ്കര മിറകൾ വന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇവിടെ നീ സ്വപ്നം കണ്ടതായിരിക്കുമോ എന്ന് ചോദിച്ചു ഡോക്ടറോട്. ഞാൻ സ്വപ്നം കണ്ടതല്ല, ഈ ചേട്ടായിങ്ങനെ എഴുന്നേറ്റ് മറ്റെല്ലാവരും കൂടെ പിടിച്ച് കിടത്തിയത് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ആലോചിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു നേരം അവിടെ നിന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടി എടുത്തോളാൻ പറഞ്ഞു. ആ ഒരു സ്കാനിങ് കൂടി എടുത്തുകൊണ്ട് വന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ സ്കാൻ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തലയുടെ പൊട്ടിയ ഞരമ്പ്, ആ ഞരമ്പ് അവിടെ തന്നെ കൂടിയിരിക്കുന്നു. വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, അത് അവിടെ കൂടിയിരിക്കുകയാണ്, തന്നെ അവിടെ കൂടിയിരിക്കുന്നു. അവിടെ ബ്ലഡ് അവിടെ ക്ലോട്ടായിരിക്കുന്നത് ആ ഒരു ചെറുതായിട്ട് അവിടെ ഒക്കെ പറ്റി പിടിച്ച് അതൊക്കെ ഇനി ഉണങ്ങാനും. അപ്പോൾ ഡോക്ടർ ഒരു ഇതുങ്ങളെ കൊടുത്ത് ഇതുങ്ങളെ കഴിഞ്ഞ് നിങ്ങളത് ചെയ്തോളാൻ പറയും. എന്നിട്ട് അവിടെ നിന്ന് ഡോക്ടർ പോയി തിരിച്ച് അവിടെ നിന്ന് ഒരു 16ാമത്തെ ദിവസം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നെ. ഞാൻ അറിയുന്നില്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ഒരു കാഴ്ചയില്ല, ഒന്നുമില്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് പോന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. തിരിച്ച് അവിടെ ഒന്ന് ചെന്ന് വേറെ ഡോക്ടറാണ്, ആ ഡോക്ടർ അവിടെ ഇല്ല. ആ ഡോക്ടർ വന്ന സ്ഥലത്തേക്ക് കോട്ടയത്തേക്ക് അങ്ങോട്ട് പോയി. തിരിച്ച് അത് കാണാനില്ല. എന്നിട്ട് എൻ്റെ കൈയും ഒരു കാലും തലയും മൊത്തം പോയതാണ്. എനിക്ക് ഒരു ഓർമ്മയില്ല. അത് കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണ്ട. അത് ഞങ്ങൾ അത് കഴിഞ്ഞ് വേറെ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അന്ന് കണ്ടു, ഒരു ഗുളിക മാറി തന്നു. അവിടെ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് 2 വർഷത്തിന് മേളിൽ ആ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം അവൾ പറഞ്ഞു ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താണോ പറയാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം, അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറക്കിൾ എന്ന് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ വരാതെയും വലിയ സംഭവമാണ്. ആ 95% നമ്മൾ വീക്കായി വീഴാം, ഒന്നും അറിയുന്നില്ല. അതുപോലെ അവിടുന്ന് ഇത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ പറയട്ടെ എന്ന്. എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞോളാം പറയും. ഇത്രയും സംഭവിച്ച ഒരാൾക്ക് 1% പോലും മെമ്മറിയിൽ ഒരു കുറവും കണ്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇനി നിങ്ങൾ വരുമ്പോൾ ഞാൻ വേറെ
സ്ഥലത്തായിരിക്കും, ഞാൻ പോവുകയാണ് വേറെ ഡോക്ടറെ പരിചയപ്പെടുത്താൻ തന്നേക്കാൻ പറഞ്ഞു. അവർ പരിചയപ്പെടുത്തി ഇന്ന ഡോക്ടറെ കണ്ടാവെന്ന് പറഞ്ഞു. ആ ഡോക്ടർ പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഖണ്ഡ ജപമാലയ്ക്ക് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ ഈ വണക്കമാസത്തിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ 30 ദിവസം എല്ലാ ദിവസവും മാതാവിനെ ഞങ്ങളെ കണ്ടു. എല്ലാ ദിവസവും, ഒറ്റ ദിവസം പോലുമില്ല. ലാസ്റ്റ് 2 ദിവസം കൊണ്ട് ലാസ്റ്റത്തെ ദിവസം ഇതിങ്ങനെ പയ്യന് ഒടിഞ്ഞ് തന്നെ പോയി. ഇപ്പം വീട്ടിൽ അതുണ്ട്. ആ മാസം അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടിക്ക് ഒരു ദിവസം പോകണമെന്നുണ്ടായിരുന്നു. ആ ഉടമ്പടിക്ക് പോകാൻ എങ്ങനെ പോകും? ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ ഭാഗത്ത് അധികവും ഹിന്ദുക്കളാണ്. അങ്ങനെ പോകും എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഉടമ്പടിയുടെ തലേ ദിവസം രാവിലെ ഒരു 11 മണിക്ക് ഫോൺ വരുന്നത്. ഞങ്ങളിങ്ങനെ പോകുന്നുണ്ടോ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചതിന് ഞാൻ പറഞ്ഞു അവൾ വരട്ടെ, ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ആൾ വേറെ ജോലിക്ക് പോയിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് പഞ്ചായത്തിൽ മെമ്പറായിരുന്നു, മുൻ മെമ്പർ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എത്താനാണ്, ഇന്ന രീതിയിലാണ് പോരുന്നത്. അപ്പോൾ അവിടെ രാത്രി 11 മണി ഞങ്ങൾ നോക്കിയിരുന്നിട്ട് പുള്ളിക്കാരത്തി വന്ന് ഞങ്ങൾ വിളിച്ചു. അവർക്ക് ലീവ് കിട്ടി, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ച് രാത്രി 4 മണിക്ക് അവിടെ നിന്ന് പോകുന്നു. ഇവിടുന്ന് ജപമാലയിൽ ഒരു 10:15 ജപമാലയിൽ കയറി. 10:15 ജപമാല കയറി. അവിടെ നിന്ന് മഴയായിരുന്നു. മഴയും കഴിഞ്ഞ് എല്ലാം എൻ്റെ ഒരു കൈക്ക് സ്വാധീനമുള്ളൂ, ഒരു കൈയും ഒരു കാലും പോയിരിക്കുന്നായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു അവിടുന്ന് ഇറങ്ങി ഈ ജപമാലയിൽ കയറി അവിടുന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കടലിൽ കൂടി അതിൻ്റെ സൈഡിൽ കൂടി കരയിലൂടെ ആയിരിക്കും പോകണമേ, അതിലൂടെ അങ്ങ് പോകാറ്, നിരപ്പുള്ള വഴിയല്ലേ, അതിലൂടെ പോകാറോ എന്ന് വിചാരിച്ചു. അതിലൂടെ പോകാൻ അങ്ങനെ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നേരെ കടലിലോട്ടാണ് ഇറങ്ങുന്നത്. കടലിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കാല് പയ്യന് വേദനെടുത്ത് തുടങ്ങി. ഞാൻ അമ്മയോട് ഇത്രയേ പറഞ്ഞോളൂ, എനിക്ക് പള്ളിയിൽ എങ്ങനെയെങ്കിലും എത്തണം, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. വേറെ ഒന്നും ചിന്തിച്ചില്ല, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒന്നും ഞങ്ങൾ വിചാരിച്ചില്ല. എങ്ങനെയോ ഞങ്ങളെ എത്തിക്കണം, എത്തിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പയ്യനെ തിരിച്ച് ഒരു കയ്യിൽ വേർപ്പ് തുടയ്ക്കാനുള്ള തുണിയും ഒരു കയ്യിൽ കുടയുണ്ട്. എങ്ങനെ ഇത് പിടിക്കുമെന്ന് എനിക്കറിയാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാല് വേദന എടുത്തു, പിന്നെ അടുത്ത കൈ വേദന എടുത്തു, കാലും കൈയും വേദന എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നപ്പോൾ അനങ്ങാൻ മേലാത്ത അവസ്ഥയായി. പിന്നെ മൂന്നാമത്തെ ഇടത്തെ കാലും കൂടി വേദന. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവിടം വരെ എങ്ങനെയെങ്കിലും എത്തണമല്ലോ. അത് കഴിഞ്ഞ് ഒരു പ്രാർത്ഥന നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അവിടെ കഞ്ഞി കൊടുക്കണം, അവിടെ കുടിച്ചു. ആ ചേട്ടൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇതെങ്ങനെ അവിടം വരെ എത്തി? ഇനി ഇവിടെ നിന്നുള്ളൂ കിലോമീറ്റർ എന്ന് പറഞ്ഞു. അവിടം വരെ പോകേണ്ടതല്ലേ ചേട്ടാ, അവിടം വരെ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഭയങ്കരം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ പയ്യനെ അവിടെ നിന്ന് പോയി. പിന്നെ കടലിൽ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ 2 പ്രാവശ്യം വീഴാൻ പോയി. 2 പ്രാവശ്യം വീഴാൻ പോയി എന്ന് വെച്ചാൽ അത്ര ഇതായിരുന്നു. ഭയങ്കര വേദന. എനിക്ക് നടക്കാൻ ഒരു കാല് പയ്യനെ അരിച്ച് നടന്ന് അവിടെ നിന്ന് കയറി പിന്നെയും പോയി. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ചേച്ചി അവിടെ നിന്ന് ഏതെങ്കിലും പള്ളിയിൽ എന്തോ പിരിവുണ്ടായിരുന്നു. ആ ചേച്ചി ചോദിച്ചു ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇനിയുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പോകണേ? ഞാൻ ആംബുലൻസ് വിളിച്ചു തരാമെന്ന് പറഞ്ഞു. ആംബുലൻസിൽ വന്ന് ചോദിച്ചു പറഞ്ഞു, എങ്ങനെ ആംബുലൻസ് വേണ്ട, എങ്ങനെയെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ അത് നന്നായിരിക്കും. എങ്ങനെ ഈ കാര്യം വെച്ചാൽ പോകണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു കാലും 3 കാലിന് അത്രയും കനമെന്നുള്ളതാണല്ലോ. എന്ത് നീങ്ങൂല, അരിച്ചാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഈ പള്ളിയിലൊന്ന് എത്തിക്കണം തന്നെ, ഈ പള്ളിയിൽ എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ചാൽ എനിക്ക് ശരിയാവുള്ളൂ, അതെനിക്ക് ശരിയാവില്ല. അന്ന് അവിടെ നിന്ന് ഒരു പ്രാർത്ഥന അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നീ പയ്യെ അടുത്ത സ്ഥലത്ത് വന്ന് കടലിൽ നിന്ന് കയറി അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യനോട് ചോദിച്ചു, അവിടെ ഈ ബിരിയാണി കൊടുക്കുന്നത് ഇനിയിപ്പം നീ 1.5 കിലോമീറ്ററാണ്, ഒരു അടിപൊളി നടക്കാൻ പറ്റാതെ എനിക്ക് 1.5 കിലോമീറ്റർ ഞാനങ്ങനെ നടക്കും. ആ ഒരു ഇതിൽ ഞാൻ നടന്ന് പള്ളി എന്ത് ചെയ്ത് കാണുന്നില്ല. ഞാൻ നടക്കുന്നതിൻ്റെ സ്പീഡ് അങ്ങനെയാണ്. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡൗൺ ആവും. അപ്പോൾ പിന്നെ ആകെ ഉടപ്പാവും.
അതുവരെ ഞാൻ പറഞ്ഞില്ല, കാല് വേനലെന്ന് പറഞ്ഞുള്ളൂ. ഇതിങ്ങനെ നടക്കുമ്പോൾ ഈ കൊന്തെടുത്ത് പോക്കറ്റിൽ ഇട്ടു, അതിൻ്റെ കുരിശ് മാത്രം പുറത്തേക്ക് ഇട്ടു. ഈ കുട ചുരുക്കി ഭാര്യ അവൾ ബാഗിൽ വെച്ചു. ഒരു കയ്യിലിങ്ങനെ ഈ പേർവ് തുറക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ നീറിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. തുടച്ച് ഒത്തിരി തുടച്ചു, ഭയങ്കരമായിട്ട് തുടച്ചു. അവിടെ നിന്ന് നേരെ പയ്യനെ പോയി ഇങ്ങനെ പോയി നടന്ന് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാൽ പയ്യനെ പള്ളി കണ്ടപ്പോൾ എനിക്ക് ആസ്വദിച്ചു. അവിടെ വെച്ച് തന്നെ അമ്മ തൊട്ടു. അമ്മ പയ്യനെ എന്നെ ഇങ്ങനെ പയ്യനെ പിടിച്ച് അവിടെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. പള്ളിയുടെ മുറ്റത്ത് കയറി അവിടെ നിന്ന് പള്ളിയിൽ അവിടെ ചെന്ന് ചെരുപ്പ് ഊരാൻ പറ്റില്ല. ചെരുപ്പ് അവിടെ എനിക്ക് ഊരി തന്നു. ആ ഊരി തന്ന ചെരുപ്പ് എങ്ങനെയോ ഊരി അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം പള്ളിയുടെ ഉള്ളിട്ട്. അവിടെ നിന്ന് കയറി പള്ളിയുടെ ഉള്ളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വലിയ അതിയായ ആഗ്രഹമായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ എന്നെ പ്രത്യക്ഷ സാക്ഷിയാക്കി ഇവിടെ വഹിച്ചതിന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. ഈ മക്കളെയൊക്കെ അവരെ സുരക്ഷിതമായിട്ട് അവരെ വീട്ടിലെത്തിക്കണമേ. ഞാൻ 2 വാക്ക് മാത്രം ഞാൻ പറഞ്ഞു. അത്രേ അമ്മോട് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി. അത് കഴിഞ്ഞാൽ ബാക്കി അവൾ പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അകണ്ട് ചുമൽ റാലിയിൽ സംബന്ധിച്ച് പോന്നു. അതിനുശേഷം കൂടുതൽ ആരോഗ്യത്തിലും മെച്ചപ്പെട്ടു തുടങ്ങി. ഉടമ്പടി എടുത്തതിന് ശേഷം കണ്ണിന് ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം കണ്ണിന് കാഴ്ച തീരെ ഉണ്ടായിരുന്നില്ല. അരമണിക്കൂർ മേലെ ബൈബിൾ വായിക്കാനായിട്ട് സാധിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസം തന്നെ അമ്മയെ സന്നിധിയിൽ വരും, പത്രം വാങ്ങും. ഞങ്ങൾ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മെഡിക്കൽ, അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, മറ്റു പ്രൈവറ്റ് മേഖല, എല്ലാം പൊതുവായ മേഖലയിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. കാര്യം വയ്യെങ്കിൽ, നടക്കാൻ വയ്യെങ്കിൽ പോലും എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ പറയും. കാരണം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പരിശുദ്ധ അമ്മ വഴി, ഉടമ്പടി വഴി ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പം ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ മക്കൾക്കും വിശ്വാസമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവക്കങ്ങളിലുള്ള മക്കൾക്ക്, ഞങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചേട്ടായിക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം വേറെ മക്കൾ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളിലൂടെ അനേകർക്ക് വിശ്വാസമായി. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങൾ 2019 ഉടമ്പടി എടുത്ത കാലം മുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നൊരു ദശാംശം എടുത്ത് മാറ്റിവെച്ച് അത് പാവപ്പെട്ട മക്കൾക്ക്, അത് അർഹതയുള്ള മക്കൾക്ക് ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു കൃപാസന സെയിലിന ടീച്ചറിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചേട്ടായി ജോലിക്ക് പോകുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കണുള്ളൂ. അതിന് ശേഷമാണ് ഞാനൊരു ജോലിക്ക് പോയി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ദശാംശം സാലറിയിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കും. അതിന് ശേഷമാണ് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയുള്ളൂ. അത് പാവങ്ങൾക്ക് കൊടുക്കും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദിവസവും ഞങ്ങൾ ഒരു യാക്കോബിറ്റ് കുടുംബാംഗമാണ്. ഞങ്ങൾക്ക് ജപമാല, സത്യം പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജപമാല ചൊല്ലാൻ ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന മക്കളായിട്ട് ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. എല്ലാം ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് വിശുദ്ധ ബലിയുള്ളൂ. ഞായറാഴ്ച വിശുദ്ധ ബലി സംബന്ധിച്ച് റോസോയെ പ്രാർത്ഥന സ്വീകരിച്ച് കുർബാന സ്വീകരിക്കും. ഒത്തിരി കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 30-ാം അധ്യായം 17-ാം വചനമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ശാരീരിക സൗഖ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും, എല്ലാ കണ്ണീരും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആരെല്ലാം മറന്നാലും അവഗണിച്ചാലും സയൻറ്റിഫിക്കലി നമ്മൾ ഫിറ്റല്ല എന്ന് പറയുമ്പോഴും ഡോക്ടേഴ്സിനും മരുന്നുകൾക്കും ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സൗഖ്യദായകനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും അതുതന്നെയാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. സാജു എന്ന സഹോദരൻ്റെ ഒരു വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ദൈവത്തിൻ്റെ കരുണയും സൗഖ്യപ്പെടുത്തലുമാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം. ദുഃഖങ്ങളിലും നിരാശകളിലും നഷ്ടങ്ങളിലും പ്രശ്നങ്ങളിലും നമ്മളായിരിക്കുമ്പോൾ ഉടമ്പടി മക്കൾക്ക് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓർമ്മയില്ലാതെ ഞരമ്പ് പൊട്ടിയ, ഒരു സൈഡിൽ തളർന്ന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു സജി എന്ന സഹോദരൻ. സ്ട്രോക്ക് വന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാ പ്രതീക്ഷകളും വിട്ടുകളഞ്ഞു.
പിന്നീട് ഈ മകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡോക്ടർ ഞങ്ങൾ ഉടമ്പടിയിലാണ്. ആ ഒരു കാര്യം മാത്രമാണ് ഡോക്ടറിനോട് പറഞ്ഞത്, ഞങ്ങൾ ഉടമ്പടിയിലാണ്. പിന്നീട് നമ്മൾ കേട്ട ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ അവസ്ഥയിലായിരുന്ന ഈ സഹോദരനെയാണ് സഞ്ചാരി മാതാവ് അമ്മയെ ആശുപത്രിയിൽ ചെന്ന് എല്ലാ കാര്യങ്ങളിലും ഈ മകൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആ സ്ട്രോക്ക് വന്നയാൾ. പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഡോക്ടർ തന്നെ അതിശയിച്ചു. ഡോക്ടർ പറഞ്ഞു എന്തോ വല്ല സ്വപ്നം കണ്ടായിരിക്കുമെന്ന്. പിന്നീട് പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ തലയിൽ പൊട്ടിയ ഞരമ്പ് രണ്ടും യോജിച്ചിരിക്കുന്നു. പിന്നെ ഫിസിക്കലായിട്ട് ഒത്തിരി വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് ഇത് വെറും അത്ഭുതമല്ല, അത്ഭുതത്തെക്കാൾ അത്ഭുതമാണെന്നാണ് ഒരു ക്രൈസ്തവനല്ലാത്ത ഒരു ഡോക്ടറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, ഈ മകൾ വിശ്വസിച്ച ഉടമ്പടി ഈശോ, ഉടമ്പടി മാതാവ് ആശുപത്രിയിൽ ചെന്ന് ഈ മകനെ സുഖപ്പെടുത്തിയെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പിന്നീട് ഈ മകന് ഓർമ്മശക്തി ലഭിച്ചപ്പോൾ ഡോക്ടർ വീണ്ടും അതിശയിച്ചു. ഇത്രയും വലിയ സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക്, കാഴ്ച പോയ ഒരു വ്യക്തിക്ക് എങ്ങനെ ഓർമ്മശക്തി ലഭിക്കും? അത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി കാണും. ആ സാക്ഷ്യത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയറായിട്ട്, ഒരു സൈഡ് മുഴുവൻ സ്ട്രോക്കായി വന്ന് ഒന്നും ഇല്ല, ബാക്കിയില്ല എന്ന് പറഞ്ഞ് 90% ഗവപ്പ് ചെയ്ത ഒരു വ്യക്തി നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ ഓർമ്മശക്തിയെപ്പറ്റി ഡോക്ടർ പറഞ്ഞു ഇതൊരു വലിയൊരു അത്ഭുതമാണെന്ന്. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വാസമുള്ളവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവായ ദൈവം പറയുന്നത്, നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്ന ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏതവസ്ഥയിലാണേലും നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കാനും നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ മിറക്കിളിനപ്പുറമുള്ളൊരു മിറക്കിളാണിത്. ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ, വേദനകളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നടത്തുമെന്നുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്. ഈ മകൻ പറഞ്ഞത്, എനിക്ക് തന്നെ വന്ന് ഉടമ്പടി എടുക്കണം, എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷി പറയണമെന്നാണ് ഈ മകൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്ന് സ്വയമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നല്ലൊരു സാക്ഷിയായിട്ട് തന്നെയാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ മകൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പിന്നെ പറഞ്ഞത് അഖണ്ഡ ജപമാല റാലി. എത്ര ബുദ്ധിമുട്ടിയാണ് ആ അമ്മ കൊടുത്ത സ്നേഹം, ഈ മകനും ആ അമ്മയോടുള്ള സ്നേഹം. ഈശോയും അമ്മയോടും കൊടുത്ത ആ സൗഖ്യത്തിന്, രോഗസൗഖ്യത്തിന് ആ മകൻ അന്ന് അഖണ്ഡ ജപമാല റാലിക്ക് ഇത്രയും സ്ട്രോക്ക് കഴിഞ്ഞ ഒരു വ്യക്തി അത്രയും ദൂരം നടന്നത് ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ്, അമ്മയെ എനിക്ക് ആ പള്ളിയുടെ പടിയിലെത്തിക്കണമെന്നാണ്. കൊന്തയും കാശുരൂപവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ മകൻ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തത്. ഇതാണ് ഈ മകൻ്റെ സ്നേഹം ഈശോയുടെ അമ്മയോടും ഉള്ളത്. നമുക്കും ഏതവസ്ഥയിലായാലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. സജു എസ്.എമ്മിന് കുടുംബത്തിന് ലഭിച്ച സ്പെഷ്യലി ഈ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.